എസ് എസ് സിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ അല്ലെങ്കിൽ അതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്. ഇനി മുമ്പോട്ട് എസ് എസ് സി എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എസ് എസ് സി എക്സാമിൽ ആദ്യം നമ്മൾ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം പരീക്ഷ റിസൾട്ട് വരുന്നു, പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ റിസൾട്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി വേണോ അല്ലെങ്കിൽ ഫിക്സ് ആണോ ഫ്ലോട്ട് ആണോ എന്നൊക്കെയുള്ള ഓപ്ഷൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞതാണ്. ഫിക്സ് ചെയ്ത ഒരു പോസ്റ്റ് നമുക്ക് കിട്ടി, അത് മതിയെന്ന് നമ്മൾ ഉറപ്പിക്കുന്നതും, ഫ്ലോട്ട് ആണെങ്കിൽ മറ്റേതെങ്കിലും നല്ലതുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അതിലേക്ക് പോകുന്നതും, ഇനി ഇതിന് പോയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലിക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമ്മൾ റിജക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജോലി കിട്ടാൻ ഇതില്ലാതെ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ, അതായത് CHSL റിസൾട്ട് വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു CHSLന്റെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കേരള റാങ്ക് ഫസ്റ്റ് ആരാണ് വന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് വെറുതെ ഒന്ന് കമന്റ് ചോദിച്ചതാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു SSC മലയാളത്തിൽ ക്ലൗഡിയ മാത്യു എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ആ ഒരു ഫസ്റ്റ് റാങ്ക് കേരളത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ളത്, അതായത് അത്രയും മാർക്ക് നൽകി വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഈ ഒരു എക്സാമിൽ ഞാൻ ഇന്നലെ ഇന്ന് അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു എക്സാം, അതായത് CHSL എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് പലരും ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ MTS യോഗ്യത ഇല്ലായിട്ടല്ല, യോഗ്യത ഉണ്ടായിട്ടും ഇതിന് ഫോക്കസ് ചെയ്യുന്നില്ല. ഇതിന്റെ എക്സാം സ്ട്രക്ചർ അറിയാഞ്ഞിട്ടോ അല്ലെ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കാം നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അധിക പേരൊന്നും ഇവിടുന്ന് അപേക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അധിക പേര് ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് കാണാറ്. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസിന്റെ പ്രശ്നം കൂടി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പോൾ SSC മലയാളി പോലുള്ള ഫേമുകൾ ഇത്രയും നന്നായിട്ടുള്ള ക്വാളിറ്റി ക്ലാസ്സുകൾ നൽകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലൗഡിയ മാത്യു എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഒരു ഉദാഹരണം തന്നെയാണ് അതിന്. അപ്പോൾ എന്തായാലും അത് ഇതിന്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു കമന്റ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോന്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതും കൂടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. കാണാൻ സാധിക്കുന്നതാണ് കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന്റെ റിസൾട്ട്, ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. FRTA എന്ന് പറയും, അതായത് കമ്മീഷൻ ഡിക്ലയർ ദി ഫസ്റ്റ് റൗണ്ട് ടെന്റേറ്റീവ് റിസൾട്ട് അലോക്കേഷൻ ആയിരുന്നു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ടിൽ വന്നവർക്ക് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ക്യാൻ ചൂസ് ദെയർ വെന്യൂ, ഡേറ്റ് ആൻഡ് സ്ലോട്ട് ഫോർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് കാര്യങ്ങൾ ഓപ്ഷൻ എല്ലാം ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ടത് സൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. SSC സൈറ്റിൽ ഇപ്പോഴല്ല, SSC സൈറ്റിൽ സ്ലോട്ട് സെലക്ഷൻ റെഡി ആവുന്നത് 20/8/2026 മുതൽ പരീക്ഷ ജയിച്ചവരാണ്. ലിസ്റ്റിൽ വന്നവർക്ക് 20/8/2026 മുതൽ ഈ ഒരു സൈറ്റ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയി തുടങ്ങും. ഈ ഡേറ്റ് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ സൈറ്റിൽ വന്ന് തുടങ്ങും. 22/8/2026 വരെ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനുശേഷം ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം. അതുപോലെ തന്നെ 1/9/2026 മുതൽ 3/9/2026 വരെയാണ് ഇതിന്റെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടക്കുന്നതായിട്ടും പറഞ്ഞിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വെന്യൂ ഏത് സ്ഥലത്താണ് വേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്ത സമയത്തേക്ക് ഏത് ഡേറ്റിലാണെന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ ആ ഒരു ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത്. SSC എക്സാമിന് ഇതിന് ക്രൂഷ്യലാണ്, വരാൻ പോകുന്ന ഒരു സംഭവമാണ് എല്ലാ എക്സാമിനും. ഇപ്പോൾ CHSLന് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തുടർന്ന് SSC മുൻപ് ഈ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ ഇങ്ങനെയായിരിക്കും നടക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ട് അലോക്കേഷൻ അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് അലോക്കേഷനിൽ പോകാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒരു റിസൾട്ട് ഇടും. എല്ലാവരും പോകാനാണ് സാധ്യത, നല്ലൊരു ജോലിയാണ്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒരു റിസൾട്ട് ഇട്ടിട്ട് സെക്കൻഡ് റൗണ്ട് അലോക്കേഷനിൽ നിന്ന് വീണ്ടും ഇതുപോലെ തന്നെ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് വിളിച്ച് അതിൽ നിന്ന് ആൾക്കാരെ എടുക്കും. അങ്ങനെയാണ് ചെയ്യാനായിട്ട് SSC തീരുമാനിച്ചത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം ഒരുപാട് പേര് ജോലിക്ക് കിട്ടിയിട്ടും അതിന് പോകണ്ട എന്നുള്ള രീതിയിൽ നിൽക്കും. പിന്നെ ഫൈനൽ റിസൾട്ടും വരും, വേറെ ആർക്കും ജോലി കിട്ടത്തുമില്ല. അതായത് ലിസ്റ്റിൽ വന്ന ആൾക്കാർക്ക് മാത്രമേ ജോലി ഉണ്ടാകത്തുള്ളൂ, പിന്നെ വേറെ ആർക്കും ജോലിയും കാര്യങ്ങളൊന്നും ആ വർഷം കൊടുക്കില്ല. പിന്നെ അടുത്ത എക്സാം എഴുതി കയറണം. അതിലും നല്ലതാണ് എക്സാം എഴുതി നല്ല മാർക്കുള്ള, ഇപ്പം ഒരാൾക്ക് 100-ൽ 99 മാർക്കുണ്ട്, 99 മാർക്ക് ഒരാൾക്കുണ്ട്, മറ്റൊരാൾക്ക് 98 മാർക്കേ ഉള്ളൂ. അയാൾ വീണ്ടും പരീക്ഷ അടുത്ത വർഷം കഷ്ടപ്പെട്ട്, കാരണം എക്സാമിന്റെ പാറ്റേണോ അല്ലെങ്കിൽ ഹാർഡ്നെസ്സോ കാര്യങ്ങളൊക്കെ അടുത്ത വർഷം കൂടുന്നുണ്ടാവും, വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി 99 മാർക്കുള്ള വ്യക്തി വേണ്ടാന്ന് വെക്കുന്നു, ഇയാൾ വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അതൊക്കെ ഇവിടെ ഒട്ടുമിക്ക കുറെ അധികം പ്രോബ്ലത്തിന് സൊല്യൂഷൻ തന്നെ ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുമെന്ന് അനുമാനിക്കുന്നു. അപ്പോൾ എന്തായാലും SSCന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള SSC അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് സെൻട്രൽ ഗവൺമെന്റ് ജോബിനൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി.